റോമൻസ് കൺട്രിമെൻ ഷേക്സ്പിയറിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിൽ ഇപ്പോഴും ലിറ്ററേച്ചർ സ്റ്റുഡൻസ് തല പുകയ്ക്കുന്ന ഒരു ഏരിയ ആണ് ഇത് നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്നുള്ള ഈ ഒരു സ്പീച്ച്. ഓക്കെ, സ്പീച്ചുകളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പീച്ച് മെയ്ഡ് മാർക്ക് ആന്റണി ഒരു വളരെ അധികം റെസ്പെക്റ്റഡ് ആൻഡ് സെലിബ്രേറ്റഡ് ഹീറോ. സോ ഇവിടെ we have to write the appreciation of the given speech, and everybody welcome to raise, and today we are going to deal with the appreciation of the speech. Okay, so friends Romans and countrymen എന്ന് പറയുമ്പം ആസ് ഐ ഹവ് സെഡ് ഷേക്സ്പിയറിൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ കുറച്ച് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് വിടണം അല്ലേ. ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമെൻ എന്നുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അപ്രിസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്രിസിയേഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കൊടുക്കണം? വർക്കിൻ്റെ പേര്, ആരാണ് എഴുതിയത്, ഇതൊരു സ്പീച്ച് ആയതുകൊണ്ട് തന്നെ ഏത് ക്യാരക്ടറാണ് പറഞ്ഞത്, ഏത് വർക്കിൽ നിന്നാണ് എടുത്തത്, ആ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ കൊടുക്കണം? നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. ഇറ്റ്സ് എ വെരി പോപ്പുലർ സ്പീച്ച് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ദ സ്പീച്ച് ഇസ് ഡെലിവേർഡ് ബൈ, ഏത് ക്യാരക്ടറാണ് സ്പീച്ച് ഡെലിവർ ചെയ്തത്? മാർക്ക് ആന്റണി. ഓക്കെ, ആൻഡ് ദ സ്പീച്ച് ഇസ് പെർഫോംഡ് ഇൻ ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ എന്നായിരുന്നു ആ പ്ലേയുടെ പേര്. ഓക്കെ, ആരാണ് എഴുതിയത്? നൺ അതർ ദാൻ ദി വില്യം ഷേക്സ്പിയർ അല്ലേ. അപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്നുള്ള പ്ലേയിൽ മാർക്ക് ആന്റണി എന്ന ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള സ്പീച്ചാണ് എന്ത്? ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമെൻ. ഓക്കെ, ആൻഡ് ഇല്ലാതെ ഞാൻ ആഡ് ചെയ്തതാണ്. സോ ഏതൊരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ഫ്യൂണറൽ ഓഫ് സീസർ. അതുകൂടെ ആഡ് ചെയ്തിടാം. അപ്പം നമ്മുടെ ഇൻട്രോ കംപ്ലീറ്റ് ആണ്. നമ്മൾ ആവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ എവിടെ കൊടുത്തു? ഇൻട്രൊഡക്ഷനിൽ കൊടുത്തു. ആന്റണി ബിഗിൻസ് ദ സ്പീച്ച് ബൈ ആസ്കിങ് ഫോർ ദി അറ്റൻഷൻ ഓഫ് ക്രൗഡ്. അപ്പം നിങ്ങൾ കണ്ടു അല്ലേ, സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇതിൻ്റെ സമ്മറിയാണ് പോയത്. ഓക്കെ, അപ്പം സെക്കൻഡ് പാരഗ്രാഫിൽ ആന്റണി എന്ത് ചെയ്തു? ഈ ഒരു സ്പീച്ച് ബിഗിൻ ചെയ്തു. ബിഗിൻ ചെയ്തപ്പോൾ ആന്റണി എന്താണ് പറഞ്ഞത്? എല്ലാവരുടെയും അറ്റൻഷൻ എനിക്ക് തരണം. അത് എങ്ങനെയാണ് പറഞ്ഞത്? ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. യെസ്, ആൻഡ് ടെൽസ് ദം ഹൗ മച്ച് സീസർ ഹാഡ് വർക്ക്ഡ് ഫോർ റോം ആൻഡ് വാസ് കോൾഡ് എംബീഷ്യസ് ബൈ ദി കോൺസ്പിറേറ്റേഴ്സ്. പക്ഷേ ഹി കെപ്റ്റ് റിപ്പീറ്റിംഗ് സംതിങ്. എന്തായിരുന്നു അത്? They say Caesar was ambitious but Brutus is an honorable man എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ത്രൂ ഔട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് വിൽ ബി ഡിസ്കസിങ് ആൻ അനാലിസിസ്. He says that evil deeds stay forever but good deeds are buried with us. അപ്പം ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ നമ്മുടെ കൂടെ കുഴിച്ചു മൂടും. ദ മോശം കാര്യം stays on. In case of Caesar, he bought many prisoners which filled the coffers as ransoms, and yet he was called ambitious. Caesar cried with the poor and declined the offers to be king and ended up being called ambitious. But people who killed him stays honorable. He ends the speech saying how much judgment became cold that people who loved Caesar now doesn't mourn for him. അപ്പോൾ ആ ഒരു സ്പീച്ചിനെ ഞാൻ ദ ഹോൾ സ്പീച്ചിനെ ഭയങ്കരമായിട്ട് പ്രിസൈസ് ആക്കിയിട്ടാണ് എഴുതിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ 2 പാരഗ്രാഫായിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അതിനെ മാത്രം എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, എത്രയാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അതിൻ്റെ മാത്രം സമ്മറി നിങ്ങൾ എഴുതുക. ഇപ്പം നമ്മൾ പോയിറ്റിക് ഡിവൈസസിന് പകരം എന്താണ് പറയുന്നത്? മെനി റെട്രിക്കൽ ഡിവൈസ് എന്നാണ് പറയുന്നത്. എന്താണ് റെട്രിക്കൽ ഡിവൈസ്? ഒരു സ്പീച്ചിന് ഭംഗി കൊടുക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ റെട്രിക്കൽ ഡിവൈസ് എന്ന് പറയാം. Many rhetorical devices are used in the speech, and the most prominent one would be verbal irony. Okay, verbal irony ആണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഈ സ്പീച്ചിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എവിടെ? Caesar was called ambitious and Brutus was called an honorable man അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ verbal irony യൂസ് ചെയ്തിട്ടുണ്ട്. Verbal irony is repeated throughout to build a rhythm, making it a refrain. അപ്പോൾ Brutus is an honorable man എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് ഒരു റീഫ്രെയിൻ പോലെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. റീഫ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു പോയിമിൽ വരുന്ന ലൈൻസിനെ. ഓക്കെ, നമ്മൾ പണ്ട് സോങ് ചെയ്തിരുന്നപ്പോൾ നമ്മൾ അതിനെ കോറസ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പോയത്തിലും സ്പീച്ചിലും അതെന്താണ്? റിഫ്രെയിൻ ആണ്. Use of metaphor in the last line, my heart is in the coffin, symbolizes great grief at the loss of a beloved friend. And അത് മാത്രമല്ല, പിന്നെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഹൈപ്പർബലി ഉണ്ട് അല്ലേ, എക്സാജുറേഷൻ ഉണ്ട് എവിടെ?
to show Caesar's loyalty to Rome through when the poor have cried, Caesar hath wept. അവിടെ എന്തുണ്ട്? ഹൈപ്പർബെല്ലി ഉണ്ട്. ഓക്കെ, കുറച്ച് തള്ളിയതാണ്. Use of personification is seen in O judgment thou art fled to brutish beast. അവിടെ ജഡ്ജ്മെന്റിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. Brutish beast is also an example of alliteration. അവിടെ brutish beast എന്തുകൂടെയാണ്? alliterationന്റെ എക്സാമ്പിൾ കൂടെയാണ്. Mark Antony involves listeners through rhetorical question and beautifully manipulates the public to responding to the violence. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പാരഗ്രാഫ് മാത്രം തരുമ്പം ബേസിക്കലി സ്റ്റാൻസ വേഴ്സിലല്ല എഴുതിയത്. അപ്പോൾ അതിലേതാണോ റെട്രിക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് മെൻഷൻ ചെയ്യുക. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് ചുമ്മാ റെട്രിക് ക്വസ്റ്റ്യൻ ചോദിച്ച് പബ്ലിക്കിനെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് നമ്മൾ പറയുന്നത്. The speech is a powerful epitome of persuasive speech. അപ്പോൾ persuasive speech of persuasionന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്നുള്ള ഈ ഒരു വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് അപ്രിസിയേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അഗൈൻ ഒരു സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻ ഫോർ യു. നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യണം ഏത് സാഹചര്യത്തിലാണ് ഈ സ്പീച്ച് നമ്മുടെ മാർക്ക് ആൻ്റണി ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് നിങ്ങളെല്ലാവരും ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് വൺ മോർ അഡീഷണൽ നോട്ടിഫിക്കേഷൻ ഐ ഷുഡ് സേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രമാത്രം റേസ് അവരെ ഹെൽപ്പ് ചെയ്തു ടു അച്ചീവ് വാട്ട് ദേ ഡ്രീംഡ് ഓഫ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. മാക്സിമം സമയം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ കം ജോയിനേഴ്സ്. ആൻഡ് again, channel subscribe ചെയ്തിട്ടില്ലെങ്കിൽ channel subscribe ചെയ്യുക. That is all about today and bye bye.